ഞാനിവിടെ തയ്യാറാക്കുന്നത് മയോണൈസ് ആണ്. മുട്ടയോ എണ്ണയോ ഒന്നും ഒട്ടും തന്നെ ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. മയോണൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസാണ്. ഇതിനകത്ത് മുട്ടയോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പം എല്ലാവർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഹെൽത്തി, വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇത് കണ്ട് വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് നേരം ഇത് തിളക്കരുത്. നിർത്തിയേക്കിന് തന്നെ ഓഫ് ചെയ്യാം. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഒരുപാട് നേരം തിളച്ചാൽ പനീർ അത് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് പാകത്തിനുള്ള നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അരിപ്പയിലേക്ക് വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നമ്മളിങ്ങനെ ഞെക്കി വെള്ളം കളയണ്ട. കുറച്ച് വെള്ളം ഇതിനകത്ത് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പനീർ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പാലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മയോണൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഒട്ടും മുട്ടയോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മയോണൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒട്ടും മുട്ടയോ എണ്ണയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നല്ല ടെക്സ്ചർ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.